नहमदुहु व नुसल्ली अला रसूलिहिल करीम अम्मा बाद। मोहतरम भाइयों, बुजुर्गों और दोस्तों, अल्लाह रब्बुल इज़्ज़त ने हर इंसान को जो इस दुनिया में ज़िंदगी दी है वो एक बड़ी दौलत है। ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, മുതിർന്നവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഓരോ മനുഷ്യനും നൽകിയ ദുനിയാവിലെ ഈ ജീവിതം വലിയൊരു സമ്പത്താണ്, വലിയൊരു അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. और एक मर्तबा दी है, ആകെ കൂടി നൽകിയത് ഒരു പ്രാവശ്യം മാത്രമാണ്. कोई चीज भूल गया तो फिर आ नहीं सकता ले जाने के लिए। ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റൂല, ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി, തിരിച്ചെടുക്കാൻ വേണ്ടി. कि भाई ये चीज रह गई, मैं आके फिर लेके चला जाऊं, करके चला जाऊं, इसका मौका नहीं है। ഞാൻ വെച്ച് മറന്നുപോയി, തിരിച്ചു വന്ന് വെച്ച് മറന്നുപോയ സാധനം തിരിച്ചെടുക്കാം, അങ്ങനെ ഒരു അവസരം ജീവിതത്തിൽ ബാക്കിയില്ല. हजरत अबू बकर सिद्दीक रज़ियल्लाहु ताला अन्हु ने जब हजरत उमर को खलीफा बनाया तो उनको नसीहतें की, और एक नसीहत ये भी की कि वल तंजुर नफ्सुम मा क़द्दमत लिगद, कि हर इंसान ये देख ले कि उसने कल के लिए क्या भेजा है, आने वाली कल। आज के लिए इंसान के पास क्या है वो तो जानता है, वो मेरे पास क्या है, लेकिन हर इंसान ये देख ले कि उसने आने वाली कल के लिए, यानी मौत के बाद की आने वाली जिंदगी के लिए उसकी क्या तैयारी की है, वहां क्या भेजा है। ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു തആല ഹദരത്ത് ഉമർ റളിയല്ലാഹു തആലനെ ഖലീഫാക്കിയപ്പോൾ നൽകിയ ഉപദേശം, എല്ലാ ഓരോ നഫ്സും നാളത്തേക്ക് എന്ത് ബാക്കി വെച്ചു എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണെന്നുള്ള ഖുർആന്റെ ആയത്ത് ഓതി കേൾപ്പിക്കുകയും, കാരണം ഈ ജീവിതം കഴിഞ്ഞ് ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന സാധനം, തയ്യാറെടുപ്പുള്ള സാധനം, കൊണ്ടുപോയ സാധനം, അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പൂർത്തിയായതാണ്, അത് വന്ന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റൂല എന്ന കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. तो दुनिया के जज्बे और दुनिया की तमन्नाएं, दुनिया की आरज़ुएं, वो तो सबके अंदर हैं. ദുനിയാവിനോടുള്ള താല്പര്യം, ദുനിയാവിലുള്ള ആഗ്രഹങ്ങൾ, ദുനിയാവിനോടുള്ള ഇഷ്ടം, അതെല്ലാ മനുഷ്യന്റെ ഹൃദയത്തിലുമുണ്ട്, അവന്റെ ഉള്ളിലുള്ളതാണത്. मुसलमान की तमीज क्या है, ഖുസൂസിയत क्या है? ഒരു മുസ്ലിമിന്റെ പ്രത്യേകത എന്താണ്? ഒരു മുസ്ലിമിനെ സവിശേഷമാക്കുന്ന കാര്യം എന്താണ്? वो सिर्फ दुनिया को सामने रख के नहीं जीता, वो मरने के बाद आने वाली जिंदगी को सामने रख के जीता है. ഒരു മുസൽമാന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു മുസൽമാൻ തന്റെ ജീവിതത്തിന്റെ മുന്നിൽ വെക്കുന്നത് ഈ ദുനിയാവിനെ മാത്രമല്ല ലക്ഷ്യം, മറിച്ച് ദുനിയാവിൽ ജീവിച്ചിരിക്കുക അവൻ ലക്ഷ്യം വെക്കുന്നത് ദുനിയാവിന്റെ ജീവിതത്തിന് ശേഷമുള്ള ആഖിറത്തിന്റെ ജീവിതം, അവിടുത്തെ ജീവിതമാണ് അവൻ മുന്നിൽ വെക്കുന്നത്. हजरत अबू दर्दा रज़ियल्लाहु ताला अन्हु से उनकी बीवी ने एक दिन पूछा कि आप तो यहाँ के गवर्नर हैं, आपका जो माहाना आता है वजीफा वो कहाँ जाता है? ഹദരത്ത് അബൂ ദർദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഈ നാട്ടിലെ ഗവർണർ ആണല്ലോ, നിങ്ങൾക്ക് മാസം തോറും ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, ആ ശമ്പളം എവിടെ, അത് എങ്ങോട്ടാ പോകുന്നത്, അത് കാണുന്നില്ലല്ലോ. तो हजरत अबू दर्दा ने फरमाया कि अरे बड़ी भी एक गांव है, हमें वहाँ जाना है, वहाँ जाके रहना है, तो हमने वो सब सामान वहाँ भेज के रखा है. അബൂ ദർദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നമ്മൾക്കൊരു യാത്രയുണ്ട്, അവിടെ ഒരു ഗ്രാമമുണ്ട്, ഒരു പ്രദേശമുണ്ട്, അവിടെ നമ്മൾ താമസിക്കേണ്ടവരാണ്, അവിടെയാണ് നമ്മൾ ഇതിന് ശേഷം താമസിക്കേണ്ടത്, അങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയാണ്, അവിടത്തേക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി, സജ്ജമാക്കാൻ വേണ്ടി, സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയാണ്. तो वो चंद दिन के बाद, हमेशा चंद दिन के बाद पूछती कि वो कब जाना है वहाँ. वो ये समझी
कि कोई दूसरा गांव है, वहां जाना होगा, वहां ड्यूटी लगी होगी इनकी, चंद दिनों के बाद ट्रांसफर होगा, वहां जाके काम करेंगे। तो वो ये समझी, तो वो चंद दिनों के बाद रोजाना पूछती कि वहां कब जाना है, वहां कब जाना है। ഭാര്യ കൂടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു, അല്ല നമ്മൾ പോകേണ്ട സ്ഥലം എപ്പോഴാണ് നമ്മൾ പോകേണ്ടത്. കാരണം ആ ഭാര്യ മനസ്സിലാക്കിയത് ഈ ഇവിടുത്തെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാല് ട്രാൻസ്ഫർ ആയിട്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അവിടത്തേക്കാണ് ഈ പൈസ അയച്ചത്, അവിടത്തേക്കാണ് ഇവിടുന്ന് കിട്ടിയ ശമ്പളം കംപ്ലീറ്റ് അയച്ചത്, അവിടെയാണ് സൗകര്യങ്ങൾ ഒരുക്കിയത്. അപ്പൊ എപ്പോഴാണ് പോകേണ്ടതെന്നുള്ള വിഷയം കൂടെ കൂടെ ഭാര്യ ചോദിക്കുമായിരുന്നു. എപ്പോഴാണ് നമ്മുടെ യാത്ര, എന്നാണ് നമ്മൾ ഒരുങ്ങേണ്ടത്, എന്നാണ് നമ്മൾ പോകേണ്ടത്. तो एक दिन हजरत अबू दरदा ने उनको समझाया कि देख वो घर मरने के बाद का है. അബൂ ദർദ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം തന്റെ ഭാര്യയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, മനസ്സിലാക്കി കൊടുത്തു, നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, നമ്മൾ താമസ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് മരണത്തിന് ശേഷം പോകേണ്ടിടത്തേക്കുള്ള ഒരുക്കങ്ങളാണ്. അഥവാ മരിച്ചു കഴിഞ്ഞാലുള്ള ആഖിറത്തിലേക്കാണ് ഞാൻ എന്റെ ശമ്പളത്തെ അയച്ചുകൊണ്ടിരിക്കുന്നത്. ദാറുൽ ആഖിറ, ആഖിറത്തിന്റെ വീട്. അവിടെ എത്തിക്കഴിഞ്ഞാല് പിന്നെ അവിടുന്ന് തിരിച്ചു വരവില്ല. ഞാന് സാധനങ്ങളും സാമഗ്രികളും അയച്ചത് അങ്ങോട്ടേക്കാണ്, അവിടത്തേക്കാണ്. ഇത് ആഖിറത്തിനോടുള്ള അവരുടെ ഹൃദയത്തിലുള്ള മതിപ്പായിരുന്നു. അവരുടെ ഹൃദയത്തിൽ ആഖിറം മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പരിശ്രമങ്ങളും ശ്രമങ്ങളും ആഖിറത്തിനെ മുന്നിൽ വെച്ചിട്ടായിരുന്നു, ആഖിറത്തിനെ നേടാൻ വേണ്ടിയിട്ടായിരുന്നു. അത് സമ്പാദിക്കാനുള്ള മാർഗമായ ദീനിന് വേണ്ടിയായിരുന്നു. अल्लाह ताला ने ये इंसान को एक तमन्ना दी है, तमन्ना. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരുടെ ഉള്ളിൽ ഒരു അഭീഷ്ടം, ഒരു താല്പര്യം നൽകിയിട്ടുണ്ട്. वो देखना है कि हमारी तमन्ना क्या है. അള്ളാഹു നോക്കുന്നുണ്ട് നമ്മളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണ്. अगर वो सिर्फ दुनिया की है तो वो तो सारे इंसानों में है. അത് വെറും ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ അത് എല്ലാ മനുഷ്യരിലും പൊതുവായ ഒരു ആഗ്രഹമാണ്. हुजूर अकरम सल्लल्लाहु अलैहि वसल्लम की एक दुआ है, हदीस में आई है. हुजूर की दुआ है कि अल्लाहुम्मा जअल हिम्मती व हवाया फीमा तुहिब्बु व तरवा. अल्लाहुम्मा जअल हिम्मती व हवाया फीमा तुहिब्बु व तरवा. ए अल्लाह, तूने मुझे बहुत हिम्मत दी है, हिम्मत बहुत है. आदमी के अंदर कितनी हिम्मत है. दुनिया के किसी कोने में जाओ, केरला वाले मिलते हैं. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ദുആണ്, ദുആ ഓതി കേൾപ്പിച്ചു. അല്ലാഹുവേ, നീ എനിക്ക് ഹിമ്മത്ത് നൽകണമേ, എൻ്റെ ഉള്ളിൽ ശക്തി നൽകണമേ. നമുക്കറിയാം മനുഷ്യന്റെ ഉള്ളിൽ വലിയ ശക്തിയാണ്, അവന്റെ ഉള്ളിൽ വലിയ കരുത്തുണ്ട്, താല്പര്യത്തിന്റെ ഒരു കരുത്തുണ്ട്. അതാണ് മനുഷ്യനെ പല കാര്യങ്ങളിൽ എത്തിക്കുന്നത്. നമുക്ക് കാണാം മലയാളികൾ അവർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് ആ കരുത്തിന്റെ പേരിലാണ്. एक आदमी ने बताया कि वो ब्राजील के जो बॉर्डर के शहर हैं वहां मलबारी रहते हैं. ഒരാള് എന്നോട് പറഞ്ഞ് ബ്രസീലിന്റെ ബോർഡറിൽ, അതിന്റെ അതിർത്തിയിൽ, മറ്റു രാജ്യമായുള്ള അതിർത്തിയിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ അവിടെയും മലയാളി താമസിക്കുന്നുണ്ട്. तो हिम्मत है दुनिया के लिए जाने की. അത് ഒരു ധൈര്യമാണ്, ദുനിയാവ് സമ്പാദിക്കാൻ പുറപ്പെടാനുള്ള അവന്റെ ഉള്ളിലുള്ള ഒരു ഉൾക്കരുത്താണ്. एक मर्तबा हम मक्के मुकर्रमा से गुजर रहे थे. ഒരിക്കൽ ഞാൻ മക്കയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. तो गारे हिरा के पास वहां से गुजर रहे थे. ഹീറ ഗുഹയുടെ ആ യാത്ര, അതിന്റെ അടുക്കിലൂടെ യാത്രയായിരുന്നു. वो मोहल्ला, अब तो मोहल्ला हो गया है, वो अजीजिया मोहल्ले का नाम है. वहाँ वो पहाड़ है, उसमें हारे हिरा है. അത് ഒരു ഇപ്പൊ താമസ സൗകര്യമുള്ള ഒരു വലിയ ഒരു ഗ്രാമമായി മാറിയിരിക്കുകയാണ്. അതിന് അസീസിയ എന്നാണ് പറയുന്നത്. പലരും ഇത് കണ്ടിട്ടുണ്ടാവും. അവിടെയാണ് ഗാർ ഹിറ. तो एक साहब ने मुझे बताया, देखो ये मुबारक पहाड़ है जबले नूर, जहाँ हुजूर सल्लल्लाहु अलैहि वसल्लम पर फरिश्ता उतरा, वही आई और पहली आयतें
कुरान की यहाँ नाजिल हुई, वो सब सुना के तारुफ कराया। ये अब जबले नूर है, यहाँ वही उतरी, सबसे पहली आयतें यही नाजिल हुई, वो सब सुना के उसने कहा कि यहाँ ऊपर एक दुकान है, उसमें सब सामान बिकता है खाने पीने का। क्या वो डब्बे होते हैं ना, 7 अप, पेप्सी, कोको कोला और ऐसे जूस के डब्बे और ब्रेड, केक, ऐसे ये सब चिप्स, ये खाने पीने की सब चीजें मिलती है वहाँ। तो मैंने पूछा ये इस पे चढ़ के कौन खाने जाता है? अरे पेप्सी पीने कोई पहाड़ पे चढ़ के थोड़ा ही जाएगा, वो तो सब दुकानों में है पेप्सी। वो कहने लगे नहीं, वो जो गार में जियारत के लिए जाते हैं, ऊपर चढ़ते चढ़ते प्यास लगती है, भूख लगती है, तो वो सब जाके वहां पहले जरा खा पी के ठीक होके फिर गार में देखने जाते हैं। तो मैंने कहा वो दुकान किसकी है? कहने लगे केरला वाला है। അപ്പൊ ഞാനൊരിക്കല് ആ കുന്നിന്റെ ചെരുവിലൂടെ, ആ മലയുടെ പേര് ജബൽ നൂർ എന്നാണ്, ബഹുമാനപ്പെട്ട ആദരിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി ഖുർആൻ അവതരിക്കപ്പെട്ടത്. ഖുർആനിലെ ആദ്യത്തെ സൂക്തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ട സ്ഥലമാണ്. വലിയൊരു കുന്നാണ്, കയറാൻ തന്നെ പറ്റാത്ത അത്രയും വലിയൊരു കുന്നാണ്. ഇപ്പൊ എന്റെ കൂടെ പോയ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ആ കുന്നിന്റെ മുകളിൽ ഒരു കടയുണ്ട്, ആ കടയിൽ കുടിക്കുന്ന ഡ്രിങ്ക്സുകള്, 7 അപ്പ്, പെപ്സി പോലത്തെ ഡ്രിങ്ക്സുകൾ, പിന്നെ കേക്ക്, ബിസ്ക്കറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ആരെങ്കിലും ഈ കുന്ന് കയറിപ്പോ ഈ പെപ്സിയും കൊക്കക്കോലൊക്കെ കുടിക്കാൻ വേണ്ടി? പറഞ്ഞ അങ്ങനെയല്ല, ഈ കുന്ന് മനുഷ്യർ കയറുമ്പോൾ തളരും, ക്ഷീണിക്കും, ദാഹിക്കും. അപ്പൊ അവര് ഈ കടയിൽ എത്തിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ ദാഹം വിശപ്പൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ആശ്വസിച്ചതിന് ശേഷം ആണ് അവര് പോയിട്ട് ഈ ഗുഹ സന്ദർശിക്കുന്നത്, ആ സ്ഥലം സന്ദർശിക്കുന്നത്. എന്നിട്ട് എന്നോട് പറയണ്ടായി ഈ കട. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കടയിൽ എങ്ങനെ സാധനങ്ങൾ എത്തുന്നത്, ഇത് ആരുടേതാണ്? അപ്പൊ പറഞ്ഞു ഇത് ഒരു മലയാളിയുടെ കടയാണെന്ന് പറഞ്ഞു. ഒരു കേരളക്കാരന്റെ, ഒരു മലയാളിയുടെ കടയാണ്, മലയാളി നടത്തുന്ന കുന്നിന്റെ മേലുള്ള കട. അവിടെ വമ്പൻ കച്ചവടമാണ്, അവിടെ നല്ല കച്ചവടം നടക്കുന്നുണ്ട് അവിടെ. കാരണം ആ കയറ്റം കയറി കഴിഞ്ഞാല് ആൾക്കാർ തളരും, ഭയങ്കരമായിട്ട് ദാഹിക്കും. അപ്പൊ എല്ലാരും എന്തെങ്കിലും കുടിക്കുകയും തിന്നുകയും ചെയ്യും അവിടെ വെച്ച്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ അതിലേക്കുള്ള സാധനങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ഇത്രയും മേലോട്ട് എങ്ങനെ കൊണ്ടുപോകുന്നു? तो उन्होंने बताया गधे होती है ना, गधों की पीठ पर रख के सामान ऊपर ले जाते. അപ്പം അന്നത്തെ കാലത്ത് കഴുതപ്പുറത്ത്, കഴുതയുടെ മേലെ സാധനങ്ങൾ കെട്ടിവെച്ചിട്ടാണ് ആ സ്റ്റെപ്പുകൾ കയറ്റി അവിടെ കുന്നിന്റെ മുകളിൽ എത്തിക്കുന്നത്. तो दुनिया के लिए इंसान गारे हिरा भी पहुंच जाता है. അപ്പൊ ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യും, ആ കരുത്ത് അവനെ ഗാർ ഹിറയില് കച്ചവടത്തിന് വേണ്ടി അവിടെ പോലും എത്തിക്കും. हुजूर सल्लल्लाहु अलैहि वसल्लम की दुआ है कि अल्लाह तूने हिम्मत तो बहुत दी है, अल्लाहुम्मा जअल हिम्मती हो हवाया, और हवा कहते हैं तमन्ना, आरजू, आदमी की आरजू, तो ये तो बहुत दी है तूने, लेकिन मेरी इस हिम्मत को और मेरी इस आरजू को उन कामों में लगा जो तुझे पसंद हो. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ നീ എനിക്ക് നൽകിയ ഹിമ്മത്തും ഈ ശക്തിയും, അതുപോലെ ഹവ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആഗ്രഹമാണ്, താല്പര്യമാണ്, അത് നീ എനിക്ക് നൽകിയ ഈ കരുത്തും ഉൾക്കരുത്തും എൻ്റെ ഹൃദയത്തിന്റെ താല്പര്യവും പഠിച്ചവനെ നിന്നെ തൃപ്തിപ്പെടുത്തുന്ന അമലുകളിലാക്കി ഉപയോഗിക്കാൻ നീ എന്നെ അതിൽ ഉൾപ്പെടുത്തണമേ എന്ന് ദുആ ചെയ്തു. ആജ് ആദ്മി की हिम्मत और उसकी तमन्ना उन कामों पे लगती है जो उससे पसंद है. ഇന്ന് മനുഷ്യൻ തന്റെ ഹിമ്മത്തും അവന്റെ ഹവായും അവന്റെ ആഗ്രഹങ്ങളും അവൻ ഉപയോഗിക്കുന്ന ഇടം അവന്റെ താല്പര്യത്തിന്റെ ഇടങ്ങളിലാണ്. हुजूर की दुआ ये है कि उसको उन कामों पे लगा जो मुझे पसंद है या तुझे पसंद है. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ എന്താണ്?
നമ്മുടെ കരുത്തും നമ്മുടെ താല്പര്യവും എൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ളതാവണോ അല്ലെങ്കിൽ അവന്റെ താല്പര്യത്തിനനുസരിച്ചുള്ളതാവണോ? എന്താണ്? इसे बदलना है, ഇതിനെ മാറ്റിയെടുക്കണം സഹോദരന്മാരെ. इसका डायरेक्शन चेंज करना है. ഇതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം, മാറ്റണം, ഗതി മാറ്റണം. थोड़ा सा डायरेक्शन बदलता है तो आदमी मशरिक के बजाय मगरिब में चला जाता है. ചെറുതായിട്ട് ഒരു ഗതി മാറ്റി കഴിഞ്ഞാല് കിഴക്കോട്ട് പോകേണ്ട ആള് പടിഞ്ഞാറോട്ടെത്തും. हवाई जहाज चलाने वाला उसे क्या रोड दिखता है? ഒരു വിമാനം ഓടിക്കുന്ന ആള് അയാൾക്ക് എന്താ റോഡുകൾ കാണുമോ? वो तो कैंपस देखता रहता है कितने डिग्री पे मेरा जहाज जा रहा है. കോമ്പസ് നോക്കി ആ ഡിഗ്രി മനസ്സിലാക്കിയിട്ട് ആ ദിശയിലാണ് വിമാനങ്ങൾ ഓടിക്കുന്നത്. किस डिग्री पे जा रहा है, मेरी मंजिल कहाँ है? ഏത് ഡിഗ്രിയിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്, എന്റെ ലക്ഷ്യം എവിടെയാണ്? वो कंपास बताता है कि मैं मंजिल की तरफ जा रहा हूँ नहीं जा रहा हूँ. ആ കോമ്പസ് ആണ് പറയുന്നത് ഞാൻ എന്റെ യാത്ര എന്റെ ലക്ഷ്യസ്ഥലത്തേക്കാണോ പോകുന്നത് അല്ലയോ എന്ന് നിർണയിക്കുന്നത് ആ കോമ്പസ് ആണ്. तो हमारी जिंदगी का कंपास दिल है, दिल. നമ്മുടെ ജീവിതത്തിന്റെ കോമ്പസ് നമ്മുടെ ഹൃദയമാണ്. ഹൃദയം. वो दिल किधर फिरा हुआ है? നമ്മുടെ ഹൃദയം എങ്ങോട്ടേക്കാണ് തിരിഞ്ഞത്? अगर उसका रुख सही है तो मंजिल सही है. അഥവാ അതിന്റെ ദിശ ശരിയാണെങ്കിൽ അതിന്റെ ലക്ഷ്യസ്ഥാനവും ശരിയായി തീരും. इसलिए इस तबलीग के काम में ये कहते हैं कि कम से कम 1/10 10 का एक हिस्सा अल्लाह के रास्ते में लगाओ. ഒന്ന് അടുത്തേക്ക് ചേർന്നിരുന്നോളൂ. പിറകിൽ ധാരാളം ആൾക്കാർക്ക് ഇടം കിട്ടുന്നില്ല. കഴിയുന്നത്ര ചേർന്നിരുന്നോളി, അകലം പാലിച്ചുകൊണ്ട് ചേർന്നിരുന്നോളി. അതുകൊണ്ട് തബ്ലീഗിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിന്റെ 1/10 10% അള്ളാഹുവിന്റെ മാർഗത്തിലായി നിങ്ങൾ ചെലവഴിക്കിൻ. भाई 9 हिस्से तुम अपनी दुनिया के लिए लगाओ. 10/9 നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിന് വേണ്ടി ചെലവഴിച്ചു കൊള്ളുവിൻ. असल तो ये होना चाहिए कि 9 हिस्से दीन के लिए, 1 हिस्सा दुनिया के लिए. ശരിക്കും വേണ്ടിയത് എന്തായിരുന്നു? 10/9 നമ്മള് ദീനിനു വേണ്ടിയാണ് ചെലവഴിക്കേണ്ടിയിരുന്നത്. 10/1 മതിയായിരുന്നു നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി. अगर उतना कहेंगे तो लोग कहेंगे हमारे गांव को मत आओ, कोई और गांव को जाओ जमात. അഥവാ നമ്മൾ അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ പറയും നിങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരണ്ട, വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയിക്കോളി എന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ചുവിടും. तो हमारे हजरत जी फरमाते थे कि भाई जी चाहता है कि मुसलमान कम से कम अपनी जिंदगी का 10वां हिस्सा अल्लाह के दीन के लिए लगा दे. ഹസ്രത്ത് ജി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, എന്റെ ഹൃദയം ആഗ്രഹിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും അവരുടെ ജീവിതത്തിന്റെ 10% അവര് ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവരാവണം എന്റെ ഹൃദയം ആഗ്രഹിക്കുന്നു. तो रोजाना का 10वां हिस्सा है 2.5 घंटे. ദിവസത്തിന്റെ 10% 2.5 മണിക്കൂർ. 24 घंटे के 1/10 24 മണിക്കൂറിന്റെ 10/1 वो होता है 2.5 घंटे. അതാണ് 2.5 മണിക്കൂർ. महीने के 30 दिन का 10वां हिस्सा है 3 दिन. മാസത്തിന്റെ 30 ദിവസത്തിന്റെ 10% 3 ദിവസം. साल का 10वां है चिल्ला. വർഷത്തിന്റെ ഏകദേശം 10/1 40 ദിവസം ചില്ല. 24 घंटे का 10वां 2.5 घंटे. 24 മണിക്കൂറിന്റെ 10/1 2.5 മണിക്കൂർ. महीने का 10वां 3 दिन. മാസത്തിന്റെ 10/1 3 ദിവസം. साल का 10वां चिल्ला. വർഷത്തിന്റെ 10/1 ഒരു ചില്ല 40 ദിവസം. कम से कम इतना हर मुसलमान अल्लाह के दीन के लिए लगाने वाला बन जाए. ഏറ്റവും കുറഞ്ഞത് എല്ലാ മുസ്ലിമീങ്ങളും ഇത്രയെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിലായി ചെലവഴിക്കുന്നവരായി തീരുക. और अपनी जिंदगी का हिसाब करे कि कम से कम मेरा 10वां दीन के लिए लग रहा है नहीं लग रहा है. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിന്റെ 10/1 ദീനിന്റെ മാർഗത്തിലായി ചെലവഴിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ. जब दुनिया से रुखसत होने का वक्त आएगा, ദുനിയാവിൽ നിന്നും പോകേണ്ട സമയം വരും. तो ये जो 10वां दीन के लिए लगाया है वो पूरे 10 बन के मिलेगा. നമ്മൾ ചെലവഴിച്ച ഈ 10/1 അത് 10 ഗുണം വർദ്ധിച്ച് ഇൻറ്റു 10 ആയിക്കൊണ്ട് 100% നമ്മളെ കൂടെ വരും. कम से कम नेकी का सवाब 10 है. ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് അള്ളാഹുവിന്റെ അടുക്കൽ അതിനെ 10 ഇരട്ടി അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. तो इसे 10वां लगाया और उसे उसका 10 गुना मिलेगा. അഥവാ 10% നമ്മൾ ചെലവഴിച്ചാൽ
അള്ളാഹു അതിന്റെ 10 ഇരട്ടി അതിനെ 100% മാറ്റി തരും. जब दुनिया से जाने का वक्त आएगा ദുനിയാവിൽ നിന്ന് പോകേണ്ട സമയം ആഗതമാവുമ്പോൾ तो उसे ऐसा मिलेगा जैसे उसने पूरी जिंदगी पूरी जान माल अल्लाह के रास्ते में लगाई. അവന് നൽകപ്പെടുന്നത് മുഴുവൻ സമ്പത്തും സമയം കൊടുത്തവനെ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ കണക്കാക്കും. क्योंकि लगाया था 10वां मिलेगा 10 गुना. അവൻ ചെലവഴിച്ചത് വെറും 10%, പക്ഷെ അവന് 10 ഇരട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. अब आज जो दुनिया के लिए आदमी जान खपा रहा है, ഇന്ന് ദുനിയാവിന് വേണ്ടി മനുഷ്യൻ തന്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. सब कुछ लगा रहा है, മുഴുവനും ദുനിയാവിന്റെ മേൽ അർപ്പിക്കുകയാണ്, वक्त लगा रहा है, സമയം ചെലവഴിക്കുകയാണ്, माल लगा रहा है, സമ്പത്ത് സമർപ്പിക്കുകയാണ്. अकल समाज जो अल्लाह ने दी है वो सब उसके लिए लगा रहा है. അവന്റെ ബുദ്ധിയും ചിന്തയും എല്ലാം അവൻ ദുനിയാവിനെ കൂട്ടാൻ വേണ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. हर आदमी हिसाब लगा के देखे कि मेरी जान माल का मेरी अकल समझ का कितना हिस्सा दुनिया के लिए लग रहा है. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, ഓരോരുത്തരും ഇരുന്ന് സ്വന്തത്തെ കുറിച്ച് ചിന്തിക്കണം. എന്റെ സമ്പത്ത്, സമയം, എന്റെ ബുദ്ധി, പരിശ്രമം ഇതെല്ലാം എവിടെയാണ് ചെലവഴിക്കപ്പെടുന്നത്? तो अगर हिसाब लगाए तो क्या 90%, 95%, 99%, 100% दुनिया के लिए. അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ 90%, അല്ല 95%, അല്ല 99%, അല്ല 100% ദുനിയാവിന് വേണ്ടി തന്നെയാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. और जाते हुए उसका कोई रिटर्न बदला मिलने वाले नहीं है. മാത്രമല്ല പോകുമ്പം ഇതിന്റെ ഒന്നും പകരം കിട്ടുകയുമില്ല, ഒരു റിട്ടേൺ കിട്ടുകയില്ല. जो दुनिया के लगाया था उसका कोई मिलने वाला नहीं. ദുനിയാവിന് വേണ്ടി പരിശ്രമിക്കപ്പെടുന്ന സമയം അതിനൊന്നും പകരം കിട്ടുകയില്ല. इसलिए हमारे बुजुर्ग कहते हैं कि भाई अपनी जिंदगी से जो हासिल किया है, कमाया है, उसे छोड़ के मत जाओ, उसे अपने साथ लेके जाओ. അതുകൊണ്ട് നമ്മളോട് പറയപ്പെടാറുണ്ട്, നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് പരിശ്രമിച്ച് തയ്യാറാക്കി ഉണ്ടാക്കിയ നമ്മുടെ സമ്പത്ത് അത് നഷ്ടപ്പെട്ടവരായിക്കൊണ്ട് നമ്മൾ പോകാൻ പാടില്ല. അതുമായിട്ടാണ് നമ്മൾ ആഖിറത്തിലേക്ക് യാത്ര ചെയ്യേണ്ടത്. और वो साथ जब जाएगा जब ये दीन के लिए लगेगा. അത് നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴേ വരുള്ളൂ? അത് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ മാത്രമേ നമ്മുടെ കൂടെ ആഖിറത്തിലേക്ക് വരികയുള്ളൂ. वरना ये दुनिया से खाली हाथ जाएगा. അല്ലെങ്കിൽ ദുനിയാവിൽ നിന്നും വെറും കൈയോടുകൂടി നമ്മൾ പോകേണ്ടി വരും. बड़े बड़े अक्लमंद दुनिया में, लेकिन सारी जिंदगी उनकी दुनिया पर लग रही है. വലിയ വലിയ ബുദ്ധിമാന്മാരെ ആൾക്കാർ ഈ ദുനിയാവിലുണ്ട്. അവരുടെ ജീവിതം മൊത്തം അവർ ദുനിയാവിന്റെ മേൽ തന്നെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. इसलिए भाइयों इस दावत के काम में कहते हैं कि अपनी जिंदगी का एक निजाम बनाओ. അതുകൊണ്ടാണ് നമ്മളോട് ദാവത്തിന്റെ പരിശ്രമത്തിൽ പറയുന്നത്, നമ്മളെ ജീവിതത്തിന്റെ ഒരു തർത്തീബ്, ഒരു ഏർപ്പാടുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ വേണം എന്നതിനെ കുറിച്ച് उसका एक हिस्सा दीन के लिए लगाओ. അതിന്റെ ഒരു വലിയൊരു അംശം നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലായിട്ട് നൽകണം. अगर ये नहीं करेंगे तो दुनिया खा जाएगी. ഇല്ലെങ്കിൽ ഇത് മുഴുവനും ദുനിയാവ് തിന്നു കളയും, കാർന്നു കളയും. वक्त हाथ से निकल जाएगा. സമയം കൈവിട്ടു പോകും. उस वक्त आदमी अफसोस करेगा, काश मैंने दुनिया से कुछ लिया होता, हासिल किया होता. മനുഷ്യൻ സങ്കടപ്പെടും, ഞാൻ ആ സമയത്ത് ദീനിന് വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവൻ ചിന്തിക്കും. അവൻ നിരാശയിലായി പോകും. उसके लिए एक निजाम है. അതിനു വേണ്ടി ഒരു രീതിയുണ്ട്, ഒരു നിസാമുണ്ട്. कि मुझे रोजाना कम से कम 2.5 घंटे देना है. ഞാൻ ദിവസേന 2.5 മണിക്കൂർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം ചെലവഴിക്കണം. हफ्ते के 2 गश्त करना है. ആഴ്ചയിലുള്ള 2 ഗസ്റ്റുകൾ പൂർത്തിയാക്കണം. महीने के 3 दिन लगाना. മാസത്തിലുള്ള 3 ദിവസം പൂർത്തിയാക്കണം. और साल का चिल्ला लगाना. വർഷത്തിലെ 40 ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോകണം. ये कम से कम 10वां है. ഇത് 10%. हक क्या है? हक ये है कि सब कुछ दीन के लिए लगाना चाहिए. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ശരിക്കും വേണ്ടിയിരുന്നത്? എന്താണ്? മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുകയാണ് വേണ്ടത്. इस उम्मत को अल्लाह ने ये काम दिया है. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ജോലിയാണ് ഈ ദാവത്തിന്റെ പരിശ്രമം. ये उम्मत अपने नबी के काम की वारिस है. ഈ ഉമ്മത്ത് നബിയുടെ ജോലിയുടെ അനന്തരാവകാശികളാണ്. ये दौलत हमारे प्यारे नबी ने हमें दी है. ഈ സമ്പത്ത് അള്ളാഹുവിന്റെ നബി നമ്മൾക്ക് സ്നേഹപൂർവ്വം നമ്മൾക്ക് നൽകിയ ഒരു സമ്പത്താണ്. हर उम्मत ही इसका वारिस है. ഈ നബിതങ്ങളുടെ ഓരോ ഉമ്മത്തും ഇതിന്റെ അനന്തരാവകാശിയാണ്, അവരുടെ അവകാശപ്പെട്ടതാണ്. हक ये था कि इस पर हम लगाते. നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് പരിപൂർണമായി നമ്മുടെ സമ്പത്തും സമയം കൊടുക്കേണ്ടവരായിരുന്നു. लेकिन हम कमजोर हैं. പക്ഷെ നമ്മൾ ബലഹീനരാണ്. हमारे बस में नहीं है सब लगाना. നമ്മളെ കൊണ്ട് സാധിക്കില്ല മുഴുവനായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ. तो कम से कम 10 में से शुरू करो. അതുകൊണ്ട് 10% നമ്മൾ തുടങ്ങണം. ഇൻഷാ അല്ലാഹ് करते रहेंगे, अल्लाह आगे बढ़ाएगा. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും.
अल्लाह मुल्कों की हिदायत का काम लेगा. അള്ളാഹു സുബ്ഹാനഹു ലോകങ്ങളുടെ രാജ്യങ്ങളുടെ ഹിദായത്തിന്റെ ഉത്തരവാദിത്തം നമ്മളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പൂർത്തീകരിക്കും. खानदानों के बस्तियों के रुख बदलने का जरिया बनेगा. കുടുംബങ്ങൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, നാടുകൾ നമ്മൾ കാരണമായി അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റം വരുത്തും. ये तमन्ना होनी चाहिए दिल में. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് ആഗ്രഹം ഉണ്ടായിത്തീരണം. जब दिल में तमन्ना होती है तो अल्लाह उसे महरूम नहीं करता. നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ പാഴാക്കുകയില്ല. तो भाइयों, ये हमारे जो जोड़ और मशवरे हैं इसलिए हैं ताकि हम अपनी जिंदगी का एक निजाम बनाएं. നമ്മുടെ ജോഡ്, നമ്മുടെ മശുറ, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതത്തിനെ നമ്മൾ ശരിപ്പെടുത്തിയെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു തർത്തീബ് ഉണ്ടാക്കിയെടുക്കണം, ഒരു നിജാം ഉണ്ടാക്കിയെടുക്കണം. क्या आइंदा हमारा इतना वक्त दीन के लिए लगेगा? ഇനി വരാനിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്ര സമയം അള്ളാഹുവിന്റെ ദീനിന്റെ പരിശ്രമത്തിലേക്ക് മാറ്റിവെക്കണം. अल्हम्दुलिल्लाह बड़ी खुशी हुई. कल रात को भी, आज फजर के बाद भी सारे मजमे ने इरादे किए. कुछ लोगों ने 4-4 महीने के इरादे किए, कुछ लोगों ने छिल्लों के इरादे किए कि ये मुबारक महीने आ रहे हैं, रजब शुरू हो गया. हुजूर इंतजार करते थे रजब का, और जब रजब का चांद देखते थे, जब हुजूर रजब का चांद देखते थे तो दुआ मांगते थे, अल्लाहुम्मा बारिक लना फी रजबी व शाबान व बल्लिगना इला रमजान. हुजूर को इंतजार होता था रजब का, शाबान का. तो ये मुबारक महीने आ गए तो हम बड़े मंजबे ने माशाल्लाह इरादे किए कि ये मुबारक महीने हम अल्लाह की राह में लगाएंगे. रजब का महीना लगाएंगे, शाबान का लगाएंगे, रमजान का लगाएंगे. कुछ भाइयों ने 4-4 महीने के इरादे किए, कुछ भाइयों ने छिल्लों के इरादे किए. अल्लाह सबको कबूल फरमाए. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമായി. നമ്മുടെ ഈ മജ്ലിസ് മാഷാഅല്ലാഹ് ഇന്നലെ രാത്രിയും ഇന്ന് പകലുമായി അവർ വലിയ വലിയ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. അവർ 4 മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ, 40 ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോകാൻ വേണ്ടി, 3 ദിവസം പോകാൻ വേണ്ടി എല്ലാം തീരുമാനങ്ങൾ തർത്തീബാക്കിയിരിക്കുകയാണ്. അവരുടെ പേരുകൾ കൊടുത്ത ഒരു മജ്ലിസാണിത്. നമുക്കറിയാം, ഇത് ഒരു ബഹുമാനപ്പെട്ട മാസമാണ്, ബർക്കത്താക്കപ്പെട്ട മാസമാണ്. റജബ് തുടങ്ങി. റജബും ഷാബാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തിരുന്ന മാസങ്ങളാണ്. നബി തങ്ങളുടെ ദുആ ഉണ്ട്, അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണമേ, റജബിലും ഷാബാനും നീ ബർക്കത്ത് ചെയ്യണമേ, ഞങ്ങളെ നീ റമദാനിലേക്ക് നീ എത്തിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അൽഹംദുലില്ലാഹ്, ഈ 3 മാസത്തിലായിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരും മാഷാഅല്ലാഹ് ഈ മജ്ലിസിൽ ഇരിക്കുന്ന ആൾക്കാർ നിയത്ത് വെച്ചിരിക്കുകയാണ്. ചില ഭാഗ്യവാന്മാർ മാഷാഅല്ലാഹ് 4 മാസത്തേക്ക് പേരുകൾ നൽകി, ചിലര് 40 ദിവസത്തേക്ക് പേരുകൾ നൽകി മാഷാഅല്ലാഹ്. പക്ഷെ ആരും തന്നെ വിട്ടുപോയിട്ടില്ല. എല്ലാവരും മാഷാഅല്ലാഹ് നിയത്ത് വെച്ചിരിക്കുകയാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. हमारे मशवरे बयानात के लिए नहीं है. നമ്മുടെ മശൂറകൾ പ്രസംഗങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല സഹോദരന്മാരെ. हमारे मशवरे अपने बारे में भी तय करना है और दीन के बारे में भी तय करना है. നമ്മുടെ മശൂറകൾ നമ്മളെ കുറിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ മശൂറകൾ ദീനിനു വേണ്ടി എന്റെ പങ്ക് എന്താണെന്ന് തീരുമാനിക്കാൻ വേണ്ടിയുള്ളതാണ്. कि मेरा इस दीन के काम में और इस दीन की मेहनत में मेरा क्या हिस्सा होगा. എന്റെ ജീവിതത്തിൽ ദീനിന് എത്രമാത്രം സ്ഥാനം ഉണ്ടാവണം, എന്റെ ജീവിതത്തിൽ ദീനിനു വേണ്ടി ഞാൻ എത്ര സമയം ഒഴിവാക്കിയെടുക്കണം, ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയുള്ളതാണ് മശ്വറ. इस माहौल में आते रहेंगे तो ये फिक्र बाकी रहेगा. ഈ മാഹോലിലായി നമ്മൾ വന്ന് ചേർന്ന് കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിത്തീരും. इरादे बनेंगे, നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും. और अगर इस माहौल में नहीं आए तो दुनिया आहिस्ता आहिस्ता हमें हवा की तरह बहा के ले जाएगी. അഥവാ നമ്മൾ ഇങ്ങനത്തെ മാഹോലുകളിൽ, ഇങ്ങനത്തെ മജ്ലിസുകളിൽ, ഇങ്ങനത്തെ മശൂറകളിൽ, ജോഡുകളിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പതുക്കെ പതുക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ദുനിയാവിനുള്ള താല്പര്യം വരും. ദുനിയാവ് നമ്മളെ കാറ്റിൽ പറത്തുന്ന പോലെ പറത്തിക്കളയും അതിന്റെ ഭാഗത്തേക്ക്. तो अल्हम्दुलिल्लाह आप हजरात ने अपने बारे में इरादे किए. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ സ്വന്തത്തെ കുറിച്ച് തീരുമാനം എടുത്ത ആൾക്കാരാണ്. रात को हमने ये अर्ज किया था कि अगर किसी एक तारीख में 2-3 साथी तैयार हो जाते हैं तो उन 2-3 पर एक जमात की नियत करो. രാത്രി നിങ്ങളോട് പറയപ്പെടുമ്പോൾ നമ്മൾ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ജമാഅത്തുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഡേറ്റിലേക്ക് ഒരു 2-3 കൂട്ടുകാര് തയ്യാറായി കഴിഞ്ഞാൽ അവരെ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു ജമാഅത്തിന്റെ തർത്തീബ് ഉണ്ടാക്കണം, അതിന്റെ രൂപം ഉണ്ടാക്കണം. तो सब मिलकर मेहनत करो, इंशाल्लाह जमात बन जाएगी. ആ ദിവസത്തേക്ക് ആ ജമാഅത്ത് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും കൂടി ചേർന്ന് പരിശ്രമിച്ച് ജമാഅത്തുകൾ ഉണ്ടാക്കണം, ജമാഅത്ത് ആയിക്കോളും. कि इस तारीख को हमें जमात निकालना है. ഈ ദിവസത്തിൽ നമ്മൾക്ക് ഒരു ജമാഅത്ത് ഉണ്ടാക്കണം. ये हमारे 3 साथी तैयार हैं. ഇതിനു വേണ്ടി നമ്മുടെ ഈ 3 പേര്, നമ്മുടെ ഈ 3 സാഥികൾ പേര് നൽകിയവരാണ്. അവരെ മുൻനിർത്തിക്കൊണ്ട് ജമാഅത്ത് ഉണ്ടാക്കണം.
तो हम सब मिलकर मेहनत करेंगे, इंशाल्लाह जमात बच जाएगी। അപ്പൊ ഒരു ശക്കലുണ്ടാവും, അതിൽ നിന്ന് ജമാഅത്തുകൾ ഉണ്ടാവും. നമ്മൾ എല്ലാവരും പരിശ്രമിച്ചാൽ उसके अज़ाइम करके जाओ അതിന്റെ അസൈമുകൾ നമ്മൾ ചെയ്തിട്ട് പോകണം. कि कौन से महीने में हम 3 चिल्ले की जमात कब निकालेंगे, चिल्ले की जमात कब निकालेंगे, हमारे हल्के से निकालेंगे, हमारी सिटी से निकालेंगे, या हमारी मस्जिद से। हो सकता है मस्जिद तैयार हो जाए एक जमात निकालने के लिए, तो उसके इरादे करो. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നതിന്റെ മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് തർത്തീബാക്കി വെക്കണം. എന്നാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഹൽക്കയിൽ നിന്നും മാഷാഅല്ലാ ഇന്ന ദിവസം ഇത്ര ജമാത്തുകൾ പുറപ്പെടും, ഒട്ടാകെ എത്ര ജമാത്തുകൾ 4 മാസത്തേക്ക് 40 ദിവസത്തേക്ക് ജമാത്തുകൾ പുറപ്പെടും, അതിൻ്റെ ഒരു കിട്ടും. ചിലപ്പോൾ നമ്മുടെ ജില്ലയിൽ നിന്നും ആയിരിക്കും പുറപ്പെടേണ്ടി വരിക. ചിലപ്പം ചില ഹൽക്കക്കാർ അവരെ ഹൽക്കയിൽ നിന്ന് തന്നെ അവർക്ക് ജമാത്തുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. ചില പള്ളിക്കാർ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ഡേറ്റിൽ ജമാത്തുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. तो रजब में, शाबान में, रमजान में जमातें के इरादे करो, कितनी कितनी जमातें आप अपने यहाँ से निकालोगे. അതാണ് ആദ്യത്തെ ജോലി. റജബിലും ഷാബാനിലും റമദാനിലും എത്ര ജമാത്തുകൾ നമ്മൾ പുറപ്പെടുവിക്കും എന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനം എടുത്തുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് പോകേണ്ടത്. वक्त हाथ से निकल जाता है. സമയം കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും. जरा गौर करो, गुज़िश्ता रमजान कैसे गुजरा. ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി, കഴിഞ്ഞ റമദാൻ എങ്ങനെയാണ് നമ്മൾ ചെലവഴിച്ചത്. ലോക്ക്ഡൌൺ, घर से बाहर नहीं निकल सकते, വീട്ടിന്റെ പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. घर में बैठे बैठे रमजान गुजरा. വീട്ടിൽ ഇരുന്ന് നമ്മൾ റമദാൻ പൂർത്തിയാക്കി. पता नहीं वो कौन सी हमारी कसूर थे, നമ്മൾ എന്ത് തെറ്റിന്റെ പേരിലാണ്, നമ്മൾ ചെയ്തു പോയ ഏത് പാപത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു തീരുമാനം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. अल्लाह माफ फरमाए. അള്ളാഹ് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. इस साल रमजान आने से पहले इरादे करो अल्लाह के राह में निकलना है. അതുകൊണ്ട് ഈ വർഷത്തെ റമദാൻ വരുന്നതിന് മുമ്പായിട്ട് ഇൻഷാല്ലാ നിയത്ത് വെക്കിൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾക്ക് പുറപ്പെടണം. गुज़िश्ता रमजान लॉकडाउन में गुजरा, ये रमजान अल्लाह की राह में गुजरे. കഴിഞ്ഞ റമദാൻ ലോക്ക്ഡൌണിൽ നമ്മൾ ചെലവഴിച്ചെങ്കിൽ ഈ റമദാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് ചെലവഴിക്കണം ഇൻഷാല്ലാ. रमजान नहीं हो सकता, रजब में जाओ, शाबान में जाओ. അഥവാ റമദാനിൽ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ റജബിൽ തന്നെ ഈ മാസം തന്നെ പോയിക്കോളിൻ, അല്ലെങ്കിൽ ഷാബാനിൽ പോയിക്കോളിൻ ഇൻഷാല്ലാ. और जमातें बनाने के इरादे करो. ജമാഅത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇൻഷാല്ലാ നിയത്തുകൾ വെക്കും. एक एक आदमी अपने साथ जमात बना के चले. ഓരോ ആൾക്കാരും പരിശ്രമിച്ച്, നാട്ടിൽ പരിശ്രമിച്ച് സ്വന്തത്തിന്റെ കൂടെ ഒരു ജമാഅത്ത് ഉണ്ടാക്കി പോകും. ऐसे ही हर महीना हम कितनी जमातें सहरोजा निकालेंगे. ഇതുപോലെ തന്നെ ഓരോ മാസത്തിലും 3 ദിവസത്തെ എത്ര ജമാഅത്തുകൾ നമ്മൾ തയ്യാറാക്കും. हर मस्जिद में अमाल जिंदा कर रहा हूं. എല്ലാ പള്ളികളിലും അമലുകളെ ഹയാത്താക്കണം. यहां से कुछ इरादे करके जाओ. അതുകൊണ്ട് ഇവിടുന്ന് നിയത്തുകൾ വെച്ചുകൊണ്ട് നമ്മൾ പോകണം. सिर्फ बयान सुनना, मशवरे करके चले जाना ये नहीं है. यहाँ से कुछ इरादे करके जाना, इंशाअल्लाह ये करेंगे. ബയാനുകൾ കേൾക്കുക, കുറെ മശൂറ ചെയ്യുക, അങ്ങനല്ല. നമ്മൾ ഓരോരുത്തരും തീരുമാനം എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകണം നാട്ടിൽ പരിശ്രമിക്കാൻ വേണ്ടി. इंशाअल्लाह ये सारी खैर में एक एक का हिस्सा हो जाएगा. ഈ കൂട്ടമായി നമ്മൾ എടുത്ത തീരുമാനത്തില് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഒരു പങ്ക് നൽകും. എല്ലാവരും പുറപ്പെട്ടതിന്റെ പങ്ക് നമുക്ക് നൽകും. ये इज्तिमाई काम की बरकत है. ഇതാണ് ഇജ്തിമായി ആയിട്ട് ഒരു കാര്യം ചെയ്താൽ ഉണ്ടാവുന്ന ബർക്കത്ത് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന്. हम भी उसका हिस्सा बन जाते हैं. നമ്മളും അതിലൊരു പങ്ക് അല്ലാഹു സുബ്ഹാനഹു വ तआला നൽകും. तो यहाँ से ये इरादे करके जाएंगे, यहाँ से फैलने वाली सारी खैर में अल्लाह हमें हिस्सा अता करेगा. അപ്പൊ നമ്മൾ നിയത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നും നമ്മൾ നിയത്ത് വെച്ചതിന്റെ പേരിൽ പുറപ്പെട്ട് ലോകത്ത് മുഴുവൻ ഉണ്ടാവുന്ന മുഴുവൻ ഖൈറിന്റെ പങ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകും. दीन की फिक्रों में बैठना ये बड़ी नेमत है. ദീനിന്റെ ഫിക്റിന്റെ പേരിൽ ഒരുമിച്ച് ചേർന്നിരിക്കൽ സഹോദരന്മാരെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള വലിയ അനുഗ്രഹമാണ്, ന്യാമത്താണ്. ये जो हल्के बनाकर बैठते हैं, जिला वार बैठते हैं, हल्का वार बैठते हैं, सोचते हैं, इस फिक्र पर अल्लाह बहुत अता करता है. നമ്മൾ ജില്ലയായിട്ട് ഒരുമിച്ച് ഹൽക്കായിട്ടിരുന്നു, പിന്നെ നമ്മുടെ ഹൽക്ക മാറിയിരുന്നു, വട്ടത്തിലിരുന്നു, ആലോചിച്ചു, ചിന്തിച്ചു. സഹോദരന്മാരെ, ഇത് വലിയൊരു കാര്യമാണ്, വലിയൊരു അമലാണ്. इसको एक अमल समझना, ഇതിനെ ഒരു വലിയൊരു പുണ്യകരമായ കാര്യമായി അമലായി നമ്മൾ മനസ്സിലാക്കണം. इससे अल्लाह आगे के रास्ते खोलता है. ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ടുള്ള വഴികൾ തുറന്നു തരും. तो इसलिए भाई आप थोड़ी देर के लिए അതുകൊണ്ട് इत्मीनान के साथ पहले जिलावार बैठे, फिर हल्कावार बैठे. अल्हम्दुलिल्लाह आपने 4-4 महीने के इरादे किए हैं. कोई भाई रह गया, उसका नाम आया नहीं है, उसको भी शामिल कर लें. और ये भी तय कर लें कि कौन सी तारीख में हम जमात निकालेंगे. അതുകൊണ്ട് ഹൽക്കകളായിട്ട് മാറിയിരുന്നതിന് ശേഷം, ജില്ലകളായി മാറിയിരുന്നതിന് ശേഷം വീണ്ടും ഹൽക്കകളായി മാറിയിരുന്ന്
ഇപ്പൊ നമുക്ക് ഒരു കടലാസ് തരികയും ആ കടലാസിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാല്ലാ ആലോചിക്കണം. കുറച്ച് വിഷയങ്ങൾ അതിന്റെ കൂടെ എഴുതിയിട്ടുമുണ്ട്. नए पुराने सब बैठे, പഴയ പ്രവർത്തകരും പുതിയ ആൾക്കാരും എല്ലാവരും ഇരിക്കണം ഇൻഷാല്ലാ. इंशाअल्लाह इस खैर में सबका हिस्सा बनेगा. ഈ ഖൈറിൽ എല്ലാവർക്കും ഒരു പങ്കുണ്ടാവും ഇൻഷാല്ലാ. सुकून के साथ बैठे, നമ്മൾ സമാധാനത്തോടു കൂടി ഇരിക്കും ഇൻഷാല്ലാ. जैसे दुनिया के बारे में हम सोचते हैं कि भाई इसे कैसे बढ़ाना, ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ ആലോചിക്കാറുണ്ട് ഇതിനെ എങ്ങനെ വർദ്ധിപ്പിക്കണം. दीन के काम के बारे में सोचें इसे कैसे बढ़ाना. ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി വട്ടം കൂടിയിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ഇതിൽ എങ്ങനെ വർധനവുണ്ടാവും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ये नबियों वाला फिक्र है. ഇത് നബിമാരുടെ ചിന്തയാണ്. अल्लाह को ये फिक्र महबूब है. അള്ളാഹുവിന് ഈ ചിന്ത വളരെ ഇഷ്ടപ്പെട്ടതാണ്. जिनके दिलो दिमागों में ये फिक्र होगा वो भी अल्लाह को महबूब होंगे. ആരുടെ എല്ലാം ഹൃദയത്തിൽ ഈ ചിന്ത ഉണ്ടാവുന്നു അവരും അള്ളാഹുവിന് പ്രിയങ്കരനായി മാറുന്നതാണ്. इसलिए इन फिक्रों में बैठना. അതുകൊണ്ട് ഈ ഫിക്റിൽ നമ്മൾ ഇരിക്കണം. फिर अल्लाह वो फिक्रें हमें अता करेगा. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും ആ ഫിക്ർ നൽകുമാറാകട്ടെ. दिल दिमाग में वो बातें उतरेंगी. നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ചിന്തയിലും ആ ഫിക്റുകൾ ഉണ്ടാവും. तो भाई थोड़ी देर के लिए बैठो और चिल्ले की 3 चिल्ले की और माना 3 दिन की जमातें कितनी निकालेंगे, मैं मस्तूरा जमातें कितनी निकालेंगे, कितनी मस्जिदों में 5 अमाल गंदा करेंगे, ये सब चीज़ें लिख के भी दी गई हैं याद दिलाने के लिए. छुट्टियां हैं, उन छुट्टियों में जमातें निकालना याद दिलाने के लिए ये लिख के दी गई हैं. ये पेपर नहीं निकालेगा, वो बेचारा क्या करेगा. वो तो आदमी के अंदर होता है आज़म. आज़म पेपर में नहीं होता. याद दिलाने तय, हाँ याद दिलाता है पेपर. देखो तुमने ये इरादे किए. അതുകൊണ്ട് നമ്മളിപ്പം ഒന്നിച്ചിരുന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ആലോചിക്കണം. 4 മാസം നമ്മുടെ ജമാത്തുകൾ എത്ര പുറപ്പെടും, 40 ദിവസം ജമാത്തുകൾ എത്ര പുറപ്പെടും, 3 ദിവസത്തെ ജമാത്തുകൾ നമ്മുടെ ഹൽക്കയിൽ നിന്ന് എത്ര നമ്മൾ ഉണ്ടാക്കും. മാത്രമല്ല നമ്മുടെ വീട്ടു താലീം, മുലാഖാത്ത് ജമാത്തുകളുടെ വർധനവ്. അതുപോലെ ഇപ്പോൾ വെക്കേഷൻ വരികയാണ് വിദ്യാർത്ഥികൾക്ക്. 2 തരം വിദ്യാർത്ഥികളുണ്ട്. ഒന്ന് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ, അവരെ പുറപ്പെടുവിക്കുന്ന വിഷയം. മസ്തൂറാത്ത് ഉൾപ്പെടെയുള്ള ജമാത്തിന്റെ 3 ദിവസം, 10 ദിവസം, അതുപോലെ 40 ദിവസത്തെ ജമാത്തുകൾ. ഈ വിഷയത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമുക്ക് ഇരുന്ന് ആലോചിക്കണം. കടലാസിൽ എഴുതി പൂർത്തിയാക്കി കടലാസുകൾ ഉണ്ടാക്കലല്ല, മറിച്ച് കടലാസ് നമ്മുടെ ഫിക്റിന്റെ ഒരു ഇദ്ഹാറാണ്, ഒരു പ്രകടനമാണ്. ഹൃദയത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്ത വെക്കേണ്ടത്, ആലോചിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് കടലാസ് അത് നമ്മളെ സഹായിക്കും. നമ്മളെ എന്താണ് നമ്മൾ നിയത്ത് വെച്ചത് എന്ന് നമുക്ക് ഓർമ്മ വരുത്തും. അത് നമ്മളെ കൊണ്ട് അമൽ ചെയ്യിപ്പിക്കും. फिर हफ्तावारी मशवरे होते हैं आपके यहाँ. उन हफ्तावारी मशवरों में जायजा लेना कि जो हम अज़ाइम करके आए वो कितने पूरे हुए. ഇത് ഈ കടലാസിൽ എഴുതുന്ന അസായ്മുകൾ ഇതിനെ നമ്മൾ വിട്ടേക്കാൻ പാടില്ല. മറിച്ച് നമ്മുടെ പ്രവർത്തനത്തിൽ ഇനി വരുന്ന ഹൽക്കകളിൽ നടക്കുന്ന ആഴ്ചതോറുമുള്ള നമ്മുടെ മശുറകളിൽ ഈ അസായ്മിനെ നമ്മൾ മുമ്പിൽ വെക്കണം. നമ്മൾ ഇത്ര കാര്യങ്ങൾ ഏറ്റെടുത്തിരുന്നല്ലോ, ഇത്ര കാര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇത്ര ജമാത്തുകൾ പുറപ്പെടുവിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിനെക്കുറിച്ച് അതിൽ എത്ര നമ്മൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ള കണക്കെടുപ്പ് നമ്മൾ ഓരോ ആഴ്ചയിലും നമ്മൾ എന്ത് ചെയ്യണം, മശൂറിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇതിനെ മുന്നിൽ വെച്ചുകൊണ്ട് जैसे मुसाफिर देखता है कि मैं कितना चला और मेरी मंजिल अभी कितनी दूर है. ഏതുപോലെ ഒരു യാത്രക്കാരൻ യാത്രയിൽ ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര കിലോമീറ്റർ ഞാൻ പിന്നിട്ട് കഴിഞ്ഞു, ഇനി മുന്നോട്ടേക്ക് എത്ര കിലോമീറ്റർ ബാക്കിയുണ്ടെന്ന് ചിന്തിക്കുന്നത് പോലെ, നോക്കുന്നത് പോലെ നമ്മൾ ഈ കടലാസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കണക്കെടുപ്പെടുക്കണം. എല്ലാ ആഴ്ചയും നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ആലോചിക്കണം, ചിന്തിക്കണം. तो ये हफ्तेवारी मशवरे होते रहेंगे तो इंशाअल्लाह ये अज़ाइम पूरे होते रहेंगे. അങ്ങനെ നമ്മൾ എല്ലാ ആഴ്ചയിലും ഹൽക്കയിൽ നമ്മൾ ഇതെടുത്ത് നോക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പതുക്കെ നമ്മൾ വെച്ച അസായ്മുകൾ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും. इन फिक्रों के साथ जब हफ्तेवारी मशवरों में जुड़ेंगे तो अल्लाह ताला हमारे लिए रास्ते खोलेगा. ഈ ഫിക്റോട് കൂടി നമ്മൾ ഹൽക്ക മശൂറയിൽ ഒരുമിച്ച് കൂടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ടേക്കുള്ള വഴികൾ തുറക്കും. तो भाई ये अज़ाइम रमज़ान तक के करके जाना और हर हफ्ता उनका जायजा लेना. അതുകൊണ്ട് നമ്മൾ റമദാൻ വരെയുള്ള നമ്മൾ അസായ്മുകൾ മുന്നിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് പരിശ്രമിക്കണം. എല്ലാ ആഴ്ചയും അതിനെക്കുറിച്ച് ഒരു കണക്ക് നമ്മൾ നോക്കുകയും ചെയ്യണം. अब सुकून के साथ जिलावार हल्का बनाकर एक पॉइंट को लेकर मुज़ाकरा करके उसको तय करें. അതുകൊണ്ട് ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഓരോ ജില്ലകളായിട്ട് മാറിയിരുന്ന് അവർ ഹൽക്കകളായി മാറിയിരുന്ന് ഈ തരുന്ന കടലാസുകൾ ഓരോ വിഷയത്തെക്കുറിച്ച് വളരെ സമാധാനത്തോടു കൂടി ആലോചിച്ച് ഇൻഷാ അല്ലാഹ് പണികൾ പൂർത്തിയാക്കണം.